എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ട. നമ്മൾ പലപ്പോഴായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണല്ലേ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ട. ഇതിൽ എന്നെ എന്നുള്ളതിന് നമുക്ക് മീ എന്ന് പറയാം. എന്നെ മീ എന്ന് യൂസ് ചെയ്യാം. ബോധ്യപ്പെടുത്താൻ നിൽക്കട്ടെ. ശ്രമിക്കേണ്ട എന്ന് നമ്മളിങ്ങനെ പറയും. ശ്രമിക്കുക എന്നുള്ളതിന് നമുക്ക് ട്രൈ എന്ന് പറയാം. ഇനി ശ്രമിക്കേണ്ട എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡോണ്ട് എന്ന് യൂസ് ചെയ്യാം. ഡോണ്ട് എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനി സെൻറ്റൻസിലാക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഡോണ്ട് ട്രൈ ടു മീ. ബോധ്യപ്പെടുത്തുക എന്നുള്ളതിന് നമ്മൾ കൺവിൻസ് എന്നാണ് പറയാം. അപ്പോൾ ഡോണ്ട് ട്രൈ ടു കൺവിൻസ് മീ എന്ന് പറയാം. ഡോണ്ട് ട്രൈ ടു കൺവിൻസ് മീ. താങ്ക് യു. English Mitra. Stop worrying, start learning.